അർഹതപ്പെട്ടത് ബി.ജെ.പി. സർക്കാരിന്റെ കുത്തിന് പിടിച്ച് വാങ്ങിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഗുസ്തി താരവും ഹരിയാന എം.എൽ.എയുമായ വിനേഷ് ഫോഗട്ട്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തയായ ചുണക്കുട്ടിയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഗുസ്തി താരങ്ങളെ അവഗണിക്കുന്നത് നിർത്തിയില്ല എങ്കിൽ ഇനിയും ആഞ്ഞടിക്കുമെന്നൊരു ഭയം ബി.ജെ.പിയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അതോടെയാണ് ഗുസ്തി താരത്തിന് വലിയ ഓഫറുമായി ബി.ജെ.പി. സർക്കാർ പോയത്. സർക്കാരിന്റെ കായിക നയപ്രകാരമാണ് വിനേഷ് ഫോഗട്ടിന് മുന്നിൽ 3 ഓഫറുകൾ സർക്കാർ വച്ചത്. മാർച്ച് 25 നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഹരിയാന സർക്കാർ ജുലാനയിൽ നിന്നുള്ള കോൺഗ്രസ് എം.എൽ.എ കൂടിയായ താരത്തിന് മുന്നിൽ 4 കോടി രൂപ ക്യാഷ് പ്രൈസ്, അതുപോലെ ഗ്രൂപ്പ് എ ജോലി, ഭൂമി അനുവദിക്കും എന്നീ ഓഫറുകൾ മുന്നോട്ട് വച്ചത്. രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ 4 കോടി രൂപ ക്യാഷ് പ്രൈസ് എന്ന ഓഫർ തിരഞ്ഞെടുക്കുന്നതായി സർക്കാരിനെ വിനേഷ് ഫോഗട്ട് അറിയിച്ചത്. തീരുമാനമെടുത്തതിന് പിന്നാലെ ഫോഗട്ട് സംസ്ഥാന കായിക വകുപ്പിന് അത് സംബന്ധിച്ച കത്തു നൽകുകയും ചെയ്തിരിക്കുന്നു. വിനേഷ് ഫോഗട്ട് ഇപ്പോൾ എം.എൽ.എ ആയതിനാൽ അവർക്ക് ഏതൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അത് മാർച്ച് 25 നടന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ ഹരിയാനയുടെ മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനി പറഞ്ഞതുമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് നമുക്കറിയാം. ചരിത്രം കുറിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഫൈനൽ പ്രവേശനം അവിടെ നേടിയത്. പക്ഷേ വലിയൊരു ദുരന്തമായി വിനേഷ് ഫോഗട്ട് മാറുന്നതും ചെറിയ വ്യത്യാസത്തിൽ പുറത്തു പോകേണ്ടി വന്നതും അതിനുവേണ്ടി ഇന്ത്യ രാജ്യം പോലും അവർക്ക് കൂടെ നിൽക്കാനില്ല എന്ന് വ്യക്തമായതും 100 ഗ്രാം ഭാരക്കൂടുതലിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്ന് വിരമിച്ചു. അവർ കോൺഗ്രസിൽ ചേർന്ന് എം.എൽ.എ ആവുകയാണ് ചെയ്തത്. ഹരിയാന സർക്കാർ മാത്രമല്ല, കേന്ദ്രത്തിലെ ബി.ജെ.പിയും ഫോഗട്ടിനെ ചതിച്ചു എന്ന യാഥാർത്ഥ്യം കേന്ദ്ര നേതൃത്വത്തെയും വല്ലാതെ അലട്ടിയിരുന്നു. ഇതുവരെ ഹരിയാനയിലെ വലിയ നേതാവായി വളരുന്ന ഫോഗട്ടിന് ബി.ജെ.പിയെ തല്ലാനുള്ള ഒരു ആയുധമായി ബി.ജെ.പിയുടെ അവഗണന മാറും എന്നുറപ്പിച്ചപ്പോഴാണ് ആ പാർട്ടി സ്വയം തോറ്റുകൊടുത്തത് വിനേഷ് ഫോഗട്ടിന്റെ മുന്നിൽ. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ താല്പര്യത്തെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റിന് വേണ്ടി വിനേഷ് ഫോഗട്ടിനെ ബലി കൊടുക്കാൻ ഈ രാജ്യത്തെ ബി.ജെ.പി. സർക്കാർ തീരുമാനിച്ചത്. അതിൽ വലിയ വിഷാദത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഉള്ളത്. ഇപ്പോൾ എം.എൽ.എ ആയിട്ടും തനിക്ക് നൽകാനുള്ളത് കേന്ദ്ര സർക്കാർ നൽകണമെന്ന പിടിവാശി ഫോഗട്ടിൽ നമുക്കെന്നും കാണാമായിരുന്നു. തന്നെ പോലെയുള്ള 100 കണക്കിന് കായിക താരങ്ങളെ അവഗണിക്കുന്ന ഈ മോദി സർക്കാർ ഒരിക്കലും കായിക രംഗത്ത് വിജയിക്കാൻ പോകുന്നില്ല എന്ന ഫോഗട്ടിന്റെ വാക്കുകൾ ഏറെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ബി.ജെ.പിയെ. അതാണ് അവസാനം ഓഫറുമായി കോൺഗ്രസ് എം.എൽ.എയുടെ വീട്ടിലെത്താൻ ബി.ജെ.പിയെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ എത്ര അവഗണിക്കാൻ നോക്കിയിട്ടും ഒരു ഗുസ്തി താരത്തിന്റെ മെയ്വഴക്കത്തോടെ ഗുസ്തി കൂടി തന്നെ വാങ്ങിച്ചെടുത്തതാണ് ഈ 4 കോടി രൂപ എന്ന് പറയേണ്ടി വരും.